അപ്പോൾ ഒരു ചെറുതായിട്ടൊരു ക്ലാസ് കഴിഞ്ഞിട്ട് നിർത്താം. നമുക്ക് എന്താണ് ആത്മീയം? ഇതാണ് ഇന്നത്തെ ചാപ്റ്റർ. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ആത്മീയം? ആത്മാവിനെ സംബന്ധിക്കുന്ന വിഷയം. ആത്മാവിനെ സംബന്ധിക്കുന്ന വിഷയം. ഓക്കെ, അതിനും പൂർണ്ണമായിട്ട് പറയാൻ നോക്കൂല, എന്നാലും പറയാം. സദാസമയവും ആത്മബോധത്തില് ഇരിക്കാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കുക. ഇതില് പ്രാക്ടീസ് ഒന്നും വലിയ പ്രാധാന്യം ഇല്ല. ആദ്യം പഠിക്കുന്ന വിശ്വാസമാണ് ആത്മീയം. ഫസ്റ്റില് വന്നിട്ട് നമ്മുടെ ഫെയ്ത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആത്മീയവും ഇല്ല. അപ്പൊ ആ ഫെയ്ത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫെയ്ത്താണ് ആദ്യം വരേണ്ടത്. നമ്മുടെ ഫെയ്ത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്, വിശ്വാസം. അതിനെ ബൈബിളിലെ ഒരു വാക്ക് പറയുന്നുണ്ട്, വിശ്വസിക്കുവിൻ കണ്ടെത്തും. അപ്പം നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആത്മീയത്തിൽ നിങ്ങൾക്ക് വരാൻ. അപ്പൊ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആത്മീയം അവിടെ ഇല്ല. അതിന് ഉദാഹരണം, ആത്മീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് കുറെ ബുക്കുകൾ വായിക്കുകയോ യോഗ ചെയ്തോ ഇതൊന്നും രക്ഷയില്ല. അവരുടെ ഫുൾ സറണ്ടറിങ് ആൻഡ് വിശ്വാസം, അത് മാത്രം ഇരുന്നാൽ മതി, നിങ്ങളെ എത്തിക്കേണ്ടത് ഇടത്ത് എത്തി. അതിന് ഉദാഹരണം തന്നെ നമ്മുടെ ആവുടയേക്കാൾ അതിനെടുക്കും. ആവുടയേക്കാൾ എപ്പോഴുമേ ആ ശ്രീധരയ്യവാളിന് 100% വിശ്വാസം. ശ്രീധരയ്യവാൾ തന്നെ ദൈവം, ശ്രീധരയ്യവാൾ തന്നെ എല്ലാം. ആ ഒരു ബോധത്തിൽ അദ്ദേഹം എപ്പോഴും അവർ ഉറച്ചു നിന്നു. ആ ഉറച്ചു നിൽപ്പാണ് അവരെ ജ്യോതിയാക്കി മാറ്റുക, ഡിവൈൻ ലൈറ്റാക്കി മാറ്റുക. കാരണം കുറ്റാലത്തില് പിന്നെ ആ മലയുടെ മുകളിൽ കയറി എല്ലാവരുടെ മുമ്പിൽ നിന്നും കൊണ്ട് അവർ അപ്രത്യക്ഷമായി. അവർ വലിയ ഘടയോഗിയോ വലിയ ക്രിയായോഗിയോ വലിയ തന്ത്രയോഗിയോ ഇല്ല, വേറെ കുണ്ടലിനി യോഗമോ ഒന്നും അവർക്കില്ല. ഫെയ്ത്താണ് അവർക്ക് ഏറ്റവും വലുതായിട്ട്. അവർ ആ ഫെയ്ത്തോടു കൂടി ആ ഗുരു പഠിപ്പിച്ച് പറഞ്ഞ ഒരേ ഒരു വാക്ക്, അതെന്താണ്? വിശ്വാസം പ്ലസ് മന്ത്രം. അങ്ങനെ ഒരു മന്ത്രം കൊടുത്തു, വെറുതെ ഒരു മന്ത്രത്തിനൊന്നും വലിയ പ്രാധാന്യം. അതിൽ ആ മന്ത്രം കൊടുത്തു. ആ വിശ്വാസത്തിലാണ് നമ്മൾ ഉറച്ച്. ഫസ്റ്റില് നമ്മുടെ ബേസ്മെന്റ് വിശ്വാസം. സെക്കൻഡ് ബേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഗുരുവിന്റെ മഹത്വം. അതാണ് പണ്ടുപണ്ടേ ഞാൻ പറയുന്നൊരു സംഭവമാണ്. നിങ്ങളുടെ ഗുരു ചിരഞ്ജീവിയായ ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ ഉപദേശം സ്വീകരിക്കാവൂ. ചിരഞ്ജീവി കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജനിച്ചു നാളെ മരിക്കും, അങ്ങനെ മരിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഗുരുവും അവരിൽ നിന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ചിരഞ്ജീവിത്വമുള്ള ഒരു ഗുരുവിന്റെ ആവശ്യം. ആ ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് തന്നെ, അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും ഇത്ര പേർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള, ഇവിടെ 76 പേര് വന്നിട്ടുണ്ട്. ഈ 76 പേർക്കും കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്, ഞാൻ ഉൾപ്പെടെ, നമുക്ക് ബാബാജി എന്ന് പറഞ്ഞ ആ ഒരു ചിരഞ്ജീവിയായ ഒരു മഹാൻ, ആ ഒരു ശക്തി നമുക്ക് വല്ലാത്ത ശക്തിയാണ്. കാരണം ആ ഫെയ്ത്ത് നമുക്ക് ആവശ്യമുണ്ട്. ആ ഫെയ്ത്തിൽ നിന്ന് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനൂ. ഈ സാധനയിലെ രണ്ടാമതാണ്. സാധനയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിൽ സാധനം താനേ വന്നുള്ളൂ. വേണമെങ്കിൽ സാധനം ചെയ്യാൻ, അല്ലെങ്കിൽ വേണ്ട. അതിന് ഉദാഹരണം, രാമകൃഷ്ണന്റെ അടുത്ത് ഒരു കുടിയനായ ഒരു സന്യാസി, ഒരു ശിഷ്യനുണ്ടായിരുന്നു. അത് 24 മണിക്കൂർ ഉള്ളടിച്ചിട്ടുണ്ട്. അപ്പൊ അതേ പറഞ്ഞ അപ്പം രാമകൃഷ്ണൻ പറയടേ, നീ വന്നിട്ട് ഇങ്ങനെ കുടിക്കാതെ എപ്പോഴും സാധനം, എനിക്ക് സാധനം ഒന്നും വേണ്ട, എനിക്ക് രാമകൃഷ്ണൻ മാത്രം, അങ്ങേ മാത്രം ഞാൻ ചിന്തിക്കും, അത് ഒരിക്കലും ചിന്തിക്കും, നീ വേണമെങ്കിൽ എനിക്ക് മോക്ഷം. അവസാനം എന്തായി? അദ്ദേഹം സമാധി അറ്റൈൻ ചെയ്തു. കാരണം ഫെയ്ത്താണ്. അവിടെ അങ്ങനെ യോഗയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞത്, നീ കുടിക്കുന്ന സമയത്ത് എപ്പോഴും എന്നെയും വിചാരിച്ച കാളെയും വിചാരിച്ചിരുന്നു, അത്ര തന്നെ. അവസാനം അങ്ങനെ കുടി നിർത്തി. പിന്നെ വലിയൊരു എപ്പോഴും രാമകൃഷ്ണ എന്ന് എപ്പോഴും ജപിക്കാൻ തുടങ്ങി.
രാമകൃഷ്ണൻ ആനന്ദനായിട്ട് അദ്ദേഹം മാറി, അങ്ങനെ പൂർണ്ണ സമാധിയായിട്ടും ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഉള്ള ദോഷം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫെയ്ത്ത് ഇല്ല. അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ എന്താ പറഞ്ഞാല് ബാബാജി എന്തോ ഒരു അത്ഭുത ശക്തിയാണ്, അദ്ദേഹത്തിന്റെ യോഗയാണ് നമുക്ക് വലുതും. നമ്മുടെ ബാബാജിയുടെ യോഗ കയറി പിടിച്ചുകൊണ്ട് നടക്കും. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും വന്നത് ഏറ്റവും വലിയ തെറ്റ്. ബാബാജി ആരാണ്? കാരണം ഭഗവാൻ കൃഷ്ണൻ പോലും കൽക്കി അവതാരം എടുക്കുന്നവരേക്ക് നീ ഭൂമിയിൽ ജീവിക്കണം എന്ന് അനുഗ്രഹിച്ച് വിട്ട ഒരു മഹാനാണ് ബാബാജി. ആ ഒരു ആത്മാവാണ് ഈ ബാബാജി. അപ്പം നമുക്ക് ആ ഫുൾ ഫെയ്ത്ത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇത് അറ്റൻഡ് ചെയ്യാനോ. സെക്കൻഡ്ലി കുണ്ടലിനി യോഗ, സിംപ്ലിഫൈ കുണ്ടലിനി യോഗ, അന്തയോഗ, ഇന്ദയോഗ എന്നെല്ലാം നമ്മ വാർത്തമാർ പഠിപ്പിക്കുന്നതാണ്. ഈ യോഗ കഴിഞ്ഞ് ആ യോഗ പോവും, ആ യോഗ കഴിഞ്ഞ് മറ്റേ യോഗയിൽ ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കുക. അതിന് ഉദാഹരണം ഇവിടെ ഒരു അണ്ണൻ ഇതുപോലെ പോയി, എനിക്ക് പെട്ടെന്ന് കുണ്ടലിനെ നിങ്ങൾക്ക് ഉണർത്തി തരാം, 5000 രൂപ തന്നാൽ മതി. അങ്ങനെ 5000 രൂപയ്ക്ക് 3 ദിവസത്തെ ക്ലാസ്സിന് കുണ്ടലിനി ഉണർത്താൻ പോയി. അവസാനം അതേ അവിടെ നിന്ന് കരഞ്ഞിട്ടാണ് വന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ 5000 രൂപ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പം അവർക്ക് 2 കാര്യം സംഭവിച്ചു. ഗുരുവിനോടുള്ള വിശ്വാസം നശിച്ചു, തന്നോടുള്ള വിശ്വാസവും നശിച്ചു. 2 വിശ്വാസം അവിടെ നശിക്കുക. 2 വിശ്വാസവും നശിക്കുന്നതോടുകൂടി ആ ആത്മാവിന് ഈ ജന്മമോ ഇനി കുറെ ജന്മങ്ങളിലേക്ക് ആ വിമോചനം കിട്ടാനേ പോണി. കാരണം ഇതിലേറെ പറയുന്നുണ്ട്, ക്രിസ്തു ബൈബിളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, പിതാവ് വരുവോളം നിങ്ങൾ കാത്തിരിക്കുവിൻ, അവൻ വരുന്ന സമയം നിങ്ങളുടെ എന്താ ചെയ്യണം, നിങ്ങളുടെ നല്ലോണം മനസ്സിലാക്കണം, നിങ്ങളുടെ വാതിൽ തുറന്നു വെക്കണം. എന്റെ മീനിങ് എന്താണ്? പിതാവ് വരുവോളം കാത്തിരിക്കുവിൻ, നിങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നിരിക്കണം. അവൻ ആ വരുന്ന സമയം നിങ്ങളുടെ വാതിൽ അടഞ്ഞു പോയാൽ ഒരിക്കലും അവൻ വരില്ല. അവൻ തട്ടാനും മുട്ടാനും വരുന്ന ആളല്ല ഈശ്വരൻ. അവൻ വരാൻ വേണ്ടി ഒരുക്കമാണ് ഇവിടെ ഇരുന്ന യോഗയും നമ്മുടെ ധ്യാനവും എല്ലാം. ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. കാത്തിരിപ്പാണ് ആത്മീയം. അല്ലാതെ നമ്മളിപ്പം ആത്മാവിനെ അറിയുക, ആത്മാവിനെ നമ്മളെല്ലാവരും അറിഞ്ഞുണ്ട്. ഞാൻ ബ്രഹ്മമാണെന്നും നിറയെ ബുക്കുകൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലെ നമുക്ക് ഞാൻ ബ്രഹ്മമാണെന്നും എല്ലാവർക്കും അറിയാം, ഞാൻ ദൈവമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒഴുക്ക് വരണമെങ്കിൽ നമ്മളവിടെ കാത്തിരിക്കുക. കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് മെഡിറ്റേഷൻ രണ്ടും കൂടെയാണ് നമ്മൾ കാത്തിരിപ്പ്. വിശ്വാസത്തിൽ വെറുതെ ഉദാഹരണം, നമ്മുടെ ഇവിടെ നിന്ന് ട്രെയിനിൽ പോകുന്നു, കാശിക്ക് ആണ് ട്രെയിന് പോകണമെന്ന് വെച്ചുള്ളൂ. നമ്മൾ ട്രെയിനിൽ വിശ്വാസത്തോടെയാണ്. ചിലപ്പം പകുതി വഴിയിൽ അത് മറിഞ്ഞു വീഴാം, എന്തോ ആകാം. എന്നാൽ നമ്മളത് ഫീൽ ചെയ്യേണ്ട. നമ്മുടെ വിശ്വാസത്തിന് ഇപ്പോഴേ ഇവിടെ ഇരുന്ന് അയ്യോ കാശിക്ക് പോണതിന് മുമ്പ് നമ്മൾ ഇത് ട്രെയിൻ മറിഞ്ഞു വീഴുമല്ലോ എന്ന് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കാശി യാത്ര വലിയ ദുരിതമാണ്. ഒരിക്കലും റിയലിസ്റ്റ് ആകാൻ സാധിക്കില്ല. അതേ സംഭവം തന്നെ നമ്മളിവിടെ ആത്മീയത്തിൽ, കാരണം നിങ്ങളുടെ സൈക്കോളജിക്കൽ മൈൻഡാണ്. അതിന്റെ ഉദാഹരണം അതായത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പയ്യൻ വിനോദ്. ആ വിനോദിന്റെ അവരെ അമ്മുമ്മ എന്ന് പറയുന്നത് 96-ലാണ് അവര് നയനദീക്ഷ എടുക്കുന്നത്. നയനദീക്ഷ എന്ന് പറഞ്ഞാൽ വെറും ദീപത്തിനെ നോക്കി പൂർണ്ണ വിശ്വാസം, ശിവനിലും ആ ഗുരുവിലും വിശ്വാസത്തോടു കൂടി ഇരുന്ന് അവർ സാധന ചെയ്ത ഒരു മഹതിയാണ്. അപ്പൊ അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് വേറെ ഒന്നും നമ്മുടെ യോഗ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുടെ പേര് അപ്പം അവരുടെ പേര് ചെയ്യുമെന്ന് തന്നെ പറയും. പേരെന്തേ? വിനോദ്, ബാബാജി വിനോദ്. പറടാ. സേതു. വേറെ ഒന്നും അവർക്കില്ല. ആ വ്യക്തിക്ക് ആ മരണസമയത്ത് അവര് അനുഭവിച്ച, കാരണം അല്ല അതിനു മുമ്പേ ഉള്ള അവരുടെ ധ്യാനങ്ങളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പല ദർശനങ്ങൾ കിട്ടും. പല രീതിയിലും ആ വിഷൻസും ഈശ്വരൻ എല്ലാ 30 കോടി ദേവതകളും അവരുടെ മുമ്പ് വന്ന് ദർശനം കിട്ടി പോയ സംഭവങ്ങളൊക്കെ. എന്നാലും ആ അമ്മ വന്നിട്ട് ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടാണ്. അവർക്ക് ഒരേ ഒരു സാധനം, യോഗയില്ല, നിങ്ങൾ വേറെ മൂച്ചി പിടിക്കുന്നത് ഇല്ല, ഒന്നുമില്ല. ഇവിടെ കിടന്ന് നമ്മൾ കായികാഭ്യാസം ചെയ്യുന്ന ഒരു യോഗയും അവർക്കില്ല. അവർക്ക് അന്ന് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആ ദീപത്തിനെ നോക്കി വെറുതെ ഇരിക്കും, കണ്ണ് തുറന്ന് വെറുതെ ഇരിക്കും, വേണമെങ്കിൽ ശിവനാമം ജപിച്ചു. ഈ അമ്മ അവസാനം ആ മരണശയ്യയിൽ കിടക്കുന്ന സമയം അവർക്ക് സംഭവിച്ചത് അവന്റെ വായിൽ നിന്ന് കേൾക്കാം. അപ്പൊ ആ അമ്മ എങ്ങനെ മരിക്കുന്ന അറിയാമോ? ശരിക്കും സമാധിയായിരുന്നെന്ന് ഞാൻ പറയും. അതിനുമുമ്പ് 2 ദിവസം മുമ്പ് വയറൊക്കെ ഇളകി വയറ് ശുദ്ധിയായി. അടുത്തതാണ് അവർ പോകുന്ന സമയം എങ്ങനെയാണെന്നറിയാം.
മക്കളെ നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കുകയും എനിക്ക് തേര് വരുന്നുണ്ട്, ഞാനിതാ പോണെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാണ് അവർക്ക് തേര് വരിക. തേര് വരണമെന്ന് വന്നിട്ടൊന്നും ഇവരൊന്നും കാണുന്നില്ല. അവർക്ക് അറിയാം തേര് വരുന്ന ആ സെക്കൻഡ് അവർ മരിക്കുകയും ചെയ്യും. ആ ഒരു മഹാശക്തിയുടെ ആ മനസ്സ് എങ്ങനെയുള്ള മനസ്സാണ്, അവരുടെ അനുഭവം എങ്ങനെയാണ്? ഇന്ന് ഇത്രയും വലിയ ഘടയോഗവും മറ്റയോഗയും മർച്ചയോഗയും സന്യാസവും എടുത്ത സ്വാമിമാരെല്ലാം ഇവിടെ വന്ന് പുഴുത്തു ചായാണ്. ഞാൻ പറഞ്ഞുതരാം, ഓരോ വ്യക്തികളെ പേരിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ്? അവര് വേഷം കെട്ടാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അവർക്ക് ഒരിക്കലും വിശ്വാസമില്ല. അവർക്ക് വിശ്വാസമില്ല. ആരെങ്കിലും ഈ ഒരു വയസ്സായ ഒരു അമ്മ പിന്നെ മരിച്ചതിന്റെ അതേ ഒരു ഗുണം ഞാൻ ഇവിടെ എത്രയോ സായിമാരെ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ ഒരു വ്യക്തിയിൽ പോലും വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ട് സംഭവിച്ചു അത്? അപ്പൊ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവര് ഉപയോഗിക്കും, അവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഏതോ കുറെ യോഗയും കുറെ ആസനങ്ങളും കുറെ പ്രാണായാമങ്ങളും കുറെ പിന്നെ സാധനയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് എന്തൊക്കെയോ നേടാന്നുള്ള ധാരണയാണ് അവരുടെ ധാരണ. അപ്പൊ അവർക്ക് വന്നിട്ട് ഈശ്വരന്റെ മേലുള്ള പൂർണ്ണ വിശ്വാസം അവിടെ ഇല്ല. രണ്ടാമത് എന്താണ്, അവരുടെ ബലം കുറയുന്നതനുസരിച്ച് അവരിൽ പോലും വിശ്വാസമില്ല. അപ്പം അത്രയ്ക്കുള്ള മഹാന്മാരും ഇവിടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ ഒരു അമ്മച്ചി വെറും ഒരു നാമജപം ഓം നമഃശിവായ എന്ന് ജപിച്ച് അവർക്ക് വന്നിട്ട് ശിവദർശനം കണ്ണുകൊണ്ട് കാണുന്ന സംഭവമാണ്. അതിലുള്ള വ്യക്തിയുടെ അമ്മുമ്മയാണ്. ഇതാ ഇവിടെ ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ഗിരിജ എന്ന് പറഞ്ഞ ഒരു അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. ആ അമ്മുമ്മയുടെ കഥയാണ് ഞാൻ ഇതാ പറയുന്നത്. അവസാനം എന്ത് സംഭവിക്കുന്നത്? അവരുടെ ആ മരണസമയത്ത് അവര് നാമം ജപിക്കുന്നു. ആ സെക്കൻഡിൽ പ്രകാശം വരുന്നു. എല്ലാവരും കാണുക ആ ജ്യോതി വരുന്നുണ്ട്. ആ അമ്മയെ കൊണ്ടുപോവുകയാണ്. അതാണ് വിശ്വാസം. അവർ കടയോഗം പ്രാക്ടീസ് ചെയ്തതാണോ? ഇല്ല. ക്രിയയിൽ കൂടി യോഗ ചെയ്തവരാണ്? ഒന്നുമില്ലല്ലോ. അവർക്ക് ഒരു വെറും നാമജപം മാത്രമേ ഉള്ളൂ. നാമജപം എന്താണ്? ഓം നമഃശിവ, വെറും നാമജപം. അവർക്ക് ആ പ്രദോഷ വ്രതം അവര് എല്ലാ മാസത്തിൽ 2 വ്രതമുണ്ട്. മാസത്തിൽ 2 വ്രതവും എടുത്താണ് അവരത് അറ്റൻഡ് ചെയ്തത്. സദാ ശിവനാമം ജപിച്ചുണ്ട്. ഒരു വെള്ളപ്പൊക്കത്തില് ആറ്റിന്റെ അക്കരെയാണ് ശിവക്ഷേത്രം. ഇക്കരെ ആ അമ്മയ്ക്ക് പ്രദോഷ വ്രതത്തിൽ പോയി അവിടെ ഭഗവാനെ തൊഴുത് ആ കരുക്കും ആ ഭസ്മവും ധരിക്കാതെ അവർക്ക് ഇരിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് അവർ, ആ ഫെയ്ത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എന്താണ്, ആ വെള്ളപ്പൊക്കമാണ്. അപ്പുറത്ത് നോക്കുമ്പം ക്ഷേത്രം തുറന്നിരിക്കുന്നത് കാണുന്നു. ഇവര് എങ്ങനെ കൂടെ പോയത് നമുക്കറിയുണ്ട്. വെള്ളത്തിൽ ചാടി ഇറങ്ങി അങ്ങ് നേരെ പോയ സമയത്ത് അതിനകത്തിരുന്ന് അവിടുത്തെ പൂജാരി, ആക്ച്വലി ആ പൂജാരിയല്ല, ശിവനാണ് അവിടെ വരുന്നത്. ആ പൂജാരി എന്താണ്, ഉടനെ കരുക്കും ഭസ്മവും ഇങ്ങനെ ജപിച്ച് ചെയ്യാതെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട് പറഞ്ഞു, വെള്ളപ്പൊക്കമാണ്, നീ പെട്ടെന്ന് പൊയ്ക്കോ, നീ എന്തിനാണ് ഇങ്ങനെ കയറി വന്നേ എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് പ്രദോഷം മുടക്കാൻ സാധിക്കില്ല. ഞാൻ പ്രദോഷം പൂർണ്ണമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. അതിനപ്പോൾ ഒരിക്കലും ഞാൻ പ്രദോഷം മുടക്കുകയില്ല എന്ന് പറഞ്ഞ് ആ അമ്മ വന്നിട്ടാണ് പോയി കരുക്കെല്ലാം കഴിക്കുന്നു, ഭസ്മം ഇടുന്നു, അതിനൊരു പ്രദോഷം തീർന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് വീണ്ടും വെള്ളം പറ്റുന്നു. വീണ്ടും ആ ക്ഷേത്രത്തിൽ പോയി ആ പൂജാരി അടുത്ത്, അയ്യോ വെള്ളപ്പൊക്കമായെന്ന്, ഞാൻ 3-4 ദിവസം പൂജയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് ആ പൂജാരി പറയാ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് അവിടെ പൂജാരിയെ വന്നത്. അവിടെയാണ് ഈശ്വരന്റെ മഹത്വം. അവര് ക്രിയായോഗ പഠിച്ചാണോ വന്നത്? കടയോഗം പഠിച്ചാണോ വന്നത്? ഇല്ല, അവരുടെ വിശ്വാസമാണ് അവരെ കൊണ്ടുവന്നത്. ആത്മദർശനം എന്ന് പറയുന്നത് ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ബൈബിളിലെ ആദ്യത്തെ വാക്ക് വിശ്വസിക്കുകയും കണ്ടെത്തുന്നു. നമ്മൾ വിശ്വസിക്കണം, എങ്കിലേ കണ്ടെത്തുള്ളൂ. അപ്പൊ വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ ഇട്ട് നമ്മൾ കണ്ടെത്തും. ഇതുപോലെ തന്നെ ഇവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ജ്യോതിഷനുമാണ്. നമ്മുടെ തക്കലയ്ക്കടുത്ത് കൊല്ലമ്പള എന്ന് പറഞ്ഞ സ്ഥലത്ത് പരമേശ്വരനാശാൻ. അദ്ദേഹം ഫുൾ ഫെയ്ത്ത്, എപ്പോഴും നയനദീക്ഷ. ഇങ്ങനെ എപ്പോഴും രാമലിംഗാടികളുടെ പരമ്പരയിൽ നയനദീക്ഷ. അതുപോലെ ഒരു മഹാൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് 100 വയസ്സ് തികഞ്ഞ അന്ന് അദ്ദേഹം സമാധിയായ. ആ സമാധിയാകുന്നതിന്റെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സമാധിയായ ഇവിടെ ഒരു മഹാൻ പോലും ഞാൻ കണ്ടിട്ടില്ല. ആ ലെവലിൽ അവർ സമാധിയാകുന്നു. ഈ കലിയുഗത്തിൽ ഇപ്പോഴുള്ള കാലങ്ങളിൽ ഇതുപോലെ ഞാൻ എത്രയോ ആൾക്കാരെ ഞാൻ സമാധി ഇടങ്ങളിൽ പോയിട്ടുണ്ട്. അവരെ സമാധി ഇരുത്തിയിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളുണ്ട്. എല്ലാം ചത്തുകൊണ്ട് ഇരുത്തുന്നതല്ലാതെ ആരും വന്നിട്ട് ആ സ്റ്റേജ് അറ്റൻഡ് ചെയ്ത് പോയിരുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ നോക്ക് ഏത് ലെവലിലാണ് ഓരോ ആത്മാക്കൾ ആ ബ്രഹ്മപദത്തിൽ എത്തുന്നു നോക്ക്.
അപ്പൊ അവിടെ എന്താണ്? വിശ്വാസമാണ് ആവശ്യം. അവിടെ ആത്മീയത്തിന്റെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞ ആദ്യത്തെ ബേസ്മെന്റ് എന്നുള്ള വിശ്വാസമാണ്. പിന്നെയാണ് നിങ്ങളുടെ സാധനയും മറ്റുള്ളതെല്ലാം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നല്ല ഒരു ചിരഞ്ജീവിയായ ഒരു ഗുരു കിട്ടിയിട്ടുണ്ട്. ബാബാജി എന്ന് പറഞ്ഞ ആ മഹാശക്തി നിങ്ങളുടെ മുമ്പ് എപ്പോഴും ഉണ്ട്. കാരണം ഇതുവരേക്ക് നമ്മളിതാ എത്രയോ 18 സിദ്ധന്മാരുടെ കഥകളൊക്കെ പറയുന്നു. അതൊക്കെ വെറും ഐതിഹ്യം. നിങ്ങൾ അഗസ്ത്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, വെറും ഐതിഹ്യത്തിലുള്ളതാണ്. അതുപോലെ അഗസ്ത്യന്മാർ തന്നെ എത്രയോ പേരുണ്ട്. ഒരു അഗസ്ത്യനല്ല ഇവിടെ ഉള്ളത്, എത്രയോ അഗസ്ത്യന്മാരിവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ വിചാരിക്കുന്ന അഗസ്ത്യൻ വന്നിട്ട് ഒരു അഗസ്ത്യൻ എന്നാണ് നമ്മൾ തരുന്നത്. അഗസ്ത്യന്മാർ നിറയുണ്ട്, വ്യാസന്മാർ നിറയുണ്ട്. വേദവ്യാസ അദ്ദേഹത്തിന്റെ വേദവ്യാസന്റെ ആദ്യത്തെ വേദവ്യാസന്റെ പേരെന്താണ്? കൃഷ്ണദ്വൈപാദൻ എന്നുള്ള ഒരു വ്യാസൻ മാത്രമാണ്. 4ാമത്തെ വ്യാസനാണ് ഗീത വന്നിട്ട് നിങ്ങളുടെ മഹാഭാരതത്തിൽ എഴുതി വെച്ചത്. ഇവിടെ വന്നിട്ട് അഗസ്ത്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ആദ്യത്തെ അഗസ്ത്യന് ഒരേ ഒരു ശിഷ്യനേ ഉള്ളൂ, പുലസ്ത്യ എന്ന് പറഞ്ഞ ഒരു ശിഷ്യനേ ഉള്ളൂ, വേറെ ഒരു ശിഷ്യന്മാരൊന്നും ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വന്നിട്ട് ആ ഗുരു പരമ്പരയെ നിങ്ങൾ മനസ്സിലാക്കാതെ, അതുപോലെ വിശ്വാസത്തോടുകൂടി ഇരിക്കാതെ, നമ്മൾ എന്ത് ഇവിടെ ചെയ്താലും നമ്മുടെ വാതിൽ അടഞ്ഞു തന്നെ കിടക്കും. അതുകൊണ്ടാണ് ബൈബിളിൽ രണ്ടാമത് പറയുന്നത്, കാരണം ഈശ്വരൻ വരാൻ വേണ്ടി, ആ പിതാവ് വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാതിലിനെ തുറന്നു വയ്ക്കുകയും, അദ്ദേഹം വരാൻ വേണ്ടി കാത്തിരിക്കണം. അതാണ് വാതിൽ തുറന്നു വെക്കുകയും. നമ്മുടെ വാതിലെല്ലാം അടച്ചിരിക്കുക, ഒരിക്കലും തുറന്നിട്ടില്ല. എന്തുകൊണ്ട് തുറന്നിട്ടില്ല? നമ്മളത് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. അതിനെന്താണ് കാരണം? നമ്മുടെ ഇവിടെ നമ്മുടെ തമിഴിലൊരു വാക്കുണ്ട്, നായ് ചന്തയ്ക്ക് പോയതുപോലെ നമ്മൾ പട്ടി ചന്തയ്ക്കെല്ലാം പോകുന്നത് പോലെ നമ്മൾ അവിടെ ഓടി ഇവിടെ ഓടി മറ്റത് ഓടി മറിച്ചത് ഓടി, ആ ഗുരു ഈ ഗുരു മറ്റേ ഗുരു മറിച്ച ഗുരു എന്ന് വന്ന് ഉള്ള ഗുരു പരമ്പരയെ തേടി ഉള്ള ഒരു ഗുരുവും നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അത് മരിക്കുന്ന ഒരു ഗുരു ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തൂല. കാരണം അവൻ വീണ്ടും ജനിക്കുകയാണ്. നിങ്ങളുടെ ഏത് കാറ്റഗറിയിൽ മരിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞുണ്ട്. അപ്പം മരിച്ച് ജീവിക്കുന്ന ഒരു ഗുരു വന്നിട്ട് ഒരിക്കലും നിങ്ങളുടെ ഗുരുവാകാൻ പോണേയില്ല, ഞാൻ ഉൾപ്പെടെ. നല്ലോണം മനസ്സിലായിക്കൊണ്ട്. അപ്പൊ എന്റെ പൊസിഷനെ, എന്റെ ഹയസ്റ്റ് ലെവലിൽ എത്തിക്കേണ്ടത് ബാബാജിയാണ്. നിങ്ങളുടെ അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പറഞ്ഞ പോലെ ഈ ആട്ടടയന്മാർ എന്താണ് ആ ഉടമസ്ഥന്റെ കയ്യിൽ ആടുകളെ കൊണ്ട് ഏൽപ്പിക്കുന്ന പോലെ ഞങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതെല്ലാം ബാബാജിയുടെ ശിഷ്യന്മാരാണ്. ഭഗവാനെ ബാബാജി നീ ഏറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ ബാബാജിയെ കൊണ്ട് ഏൽപ്പിക്കുന്നു. ആ മഹാശക്തി അല്ലാത്ത ശക്തിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഇങ്ങനെ പോയി ജന്മങ്ങളെ പാഴാക്കരുത്. ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞു, സ്വാമി ഞാൻ ഇവിടെ നിന്ന് ക്രിയായോഗ പഠിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞു 5000 രൂപയ്ക്ക് എളുപ്പം കുണ്ടലി ഉണർത്തു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. മലയാളി. കാരണം ആളുടെ പേര് വരെ ഞാൻ പറഞ്ഞില്ല, കാരണം പറഞ്ഞ അങ്ങേർക്ക് വേദന ഉണ്ട്. എന്നിട്ട് അവസാനം എന്താണ്? എന്നിട്ട് 5000 രൂപയ്ക്ക് ക്രിയായോഗ പഠിക്കാൻ. അവസാനം അവിടെ കുണ്ടലിനിയും കണ്ടില്ല. അവസാനം അയാൾ അവിടെ നിന്ന് കരഞ്ഞ് വെളിയിൽ വരേണ്ടി വരും. ഞാൻ ഇത് ചോദിക്കട്ടെ, നിങ്ങളുടെ സുഷുമ്ന ഓപ്പൺ ആകാതെ കാലം വരയ്ക്കും ആത്മീയത്തിനെ കുറിച്ച് ആർക്കെങ്കിലും ചിന്തിക്കാനോ? അപ്പൊ സുഷുമ്ന ഏത് യോഗം പഠിപ്പിച്ചാലും സുഷുമ്ന ഓപ്പൺ ആകാൻ തന്നെയല്ല പഠിപ്പിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ പല മാർഗങ്ങളും ഉണ്ട്. ആ പല മാർഗങ്ങളെ അത്ര മാർഗം കൂടെ ചേർന്നാണ് നിങ്ങൾക്ക് എല്ലാം തരുന്നത്. നിങ്ങൾ ഈനാപ്പുറം പോയി ഇവിടെ എന്ത് പഠിക്കാതിരിക്കുന്നത്? അപ്പം ഈ മണ്ട ശിരോമണികൾ ഇവിടെ കിടന്ന് ജന്മങ്ങളെ പാഴാക്കിക്കൊണ്ടിരിക്കും. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ ബേസ്മെന്റ് കറക്റ്റ് അല്ല. നിങ്ങളുടെ ബേസ്മെന്റ് എന്താണ്? അവിടെ നേരെ ബേസ്മെന്റ് ഇല്ല. അതാണ് വിശ്വാസമാണ് നിങ്ങളുടെ ബേസ്മെന്റ്. ആ വിശ്വാസമാകുന്ന ബേസ്മെന്റിൽ നിങ്ങൾ സ്ട്രോങ് ആയി ഉറച്ചിരുന്നാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് വളർന്നോളൂ. നിങ്ങളുടെ അതിനായി വന്നിട്ട് 1000 യോഗയും 1000 ക്രിയയും 1000 കണക്കിനുള്ള സാധനങ്ങളും പഠിച്ചിട്ട് ഒരു അർത്ഥവുമില്ല. കാരണം ഒരു സുഷുമ്നയേ ഉള്ളൂ, 1000 സുഷുമ്ന ഇവിടെ ഇല്ല. പിന്നെ ഒരു ശ്വാസമേ ഉള്ളൂ, ശ്വാസം അകത്ത് വരുന്നു വെളിയിൽ പോകും. രണ്ട് ദ്വാരമേ ഉള്ളൂ, ഇടത് കല വലത് കല. ഈ സാധനയിൽ കൂടി അല്ലാതെ പല രക്ഷയുണ്ടോ? പിന്നെ മയിൽക്കുത്ത്, പിന്നെ കാക്കക്കുത്ത്, അവിടെ അന്തകുത്ത്, എന്നെല്ലാമോ പഠിച്ചാങ്ക വല്ല പ്രയോജനമുണ്ടാ? കാരണം നിങ്ങളുടെ ഹൃദയം തുറക്കാത്ത കാലം വരയ്ക്ക് നിങ്ങൾ ഏത് യോഗ പഠിച്ചിട്ടും ഒരു പ്രയോജനമില്ല. നിങ്ങളുടെ ഹൃദയം തുറക്കണം. അതിനെന്താണ് വേണ്ടത്?
വിശ്വാസം, ഭക്തി. ആ വിശ്വാസവും ഭക്തിയോടുകൂടി അടുത്ത നിങ്ങൾ പ്രേമത്തിലേക്ക് നിങ്ങൾ നാച്ചുറലാ വന്നോളൂ. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ എവിടെയോ എത്തും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു പോയിന്റ് ആത്മീയത്തിന്റെ ആത്മാവിനെ അറിയുന്നത് രണ്ടാമത്. ആത്മീയത്തിന്റെ ആദ്യത്തെ ബേസ്മെന്റ് വിശ്വാസം. രണ്ടാമത്തെ എന്താണ്? നിങ്ങളുടെ സമർപ്പണമാണ് രണ്ടാമത്തേത്. സറണ്ടർ. ഇപ്പൊ ഒരു ഉദാഹരണം, നിങ്ങളുടെ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു കല്ലിന്റെ മുമ്പ് നിങ്ങൾ സ്വയം സമർപ്പിക്കുകയാണ്. ആ കല്ല് നിങ്ങൾക്ക് എന്തെല്ലാമോ അനുഗ്രഹങ്ങൾ തരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതി, അവൻ കോടീശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിന്റെ മുമ്പ് പോയി നമ്മൾ എന്ത് ചെയ്യുന്നേ, പിന്നെ ശ്രീനിവാസ നീ വലിയ കോടീശ്വരൻ, നമ്മളെയും കോടീശ്വരനായി. ആ വിശ്വാസത്തിൽ നിങ്ങൾ കോടീശ്വരൻ ആകുന്നില്ലേ? ആകുന്നു. എന്താണ്? ആ വിശ്വാസമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലാണ് വിശ്വാസം. അതുകൊണ്ടാണ് പിന്നെ ഇദ്ദേഹം പാടിയത്, അത് ശിവവാക്യം, നട്ടകല്ല് പേശുമോ നാഥനുള്ളിരിക്കയിൽ ചുട്ടചട്ടി ചട്ടുവൻ കറി ചുവയെ അറിയുമോ. അപ്പൊ നട്ടകല്ല് പേശുമോ, അവിടെ ഒരു കല്ല് നട്ടകല്ലാണ് വെച്ചിട്ടുള്ളത്. എന്താണ്? വിഷ്ണു എന്നും കൃഷ്ണനെന്നും രാമനെന്നും ശിവനെന്നും ഒരു കല്ലിനോട് വെച്ചിട്ടുണ്ട്, നട്ടകല്ല്. എന്താണ്? നട്ടകല്ല് പേശുമോ നാഥൻ ഉള്ളിരിക്കയിൽ. നാഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്താണ് ഈശ്വരൻ അകത്തിരിക്കുന്നു. ഈ അകത്തുള്ള ഈശ്വരന് വേണ്ടിയാണ് പുറത്തുള്ള കല്ല് വെച്ചിട്ടുള്ളത്. ഈ അകത്തുള്ള ഈശ്വരനെ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയാണ് പുറത്തൊരു കല്ല് വെച്ചിട്ടുള്ളത്. അതാണ് വിശ്വാസം. ഇത് മനസ്സിലാക്കാതെ നമ്മുടെ ചെയ്യുന്ന അകത്തുള്ള ഈശ്വരനെ കളഞ്ഞിട്ട് പുറത്തുള്ള ഈശ്വരനെ പിടിക്കാറുണ്ട്. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും വന്ന കുഴപ്പം. അതിനാണ് ശിവവാക്യം ഒറ്റ വാക്കില്ല. അദ്ദേഹത്തിനെ പോലെ ഒരു മഹാസിദ്ധൻ ലോകത്ത് ഇല്ല എന്ന് ഞാൻ പറയും. കാരണം എല്ലാവരെയും ഇന്നിരിക്കുന്ന നിരീശ്വരവാദി തൊട്ട് യുക്തിവാദി തൊട്ട് എല്ലാവരെയും പഠിപ്പിച്ച് കയറ്റി വിട്ടത് നമ്മുടെ ശിവവാക്യനാണ്. അതിനെ പാടും, നട്ടകല്ല് പേശുമോ നാഥനുള്ളിരിക്കയിൽ ചുട്ടചട്ടി ചട്ടുവൻ കറി ചുവയെ അറിയുമോ. അതുപോലെ പിന്നെ നീ എന്ത് മന്ത്രം ഓതിയാലും എന്ത് കൊടുത്താലും നീ വെറും എച്ചിലാണ് ഈശ്വരന് കൊടുക്കുന്നതെന്ന് പാടിയത് ആ ഒരു മഹാനാണ്. അപ്പൊ ഇതിൽ പറയാൻ കാരണം നമ്മുടെ വിശ്വാസം, തൻ്റെ ഉള്ളിലിരിക്കുന്ന വിശ്വാസമാണ് നിങ്ങളുടെ വെളിയിൽ വന്നിട്ട് ഒരു കല്ലിനോട് പോയി സംസാരിച്ചാലും ആ കല്ല് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അത് നമ്മുടെ ഗുരുവായൂരപ്പനാകട്ടെ, പിന്നെ ഇവിടെ ഇരിക്കുന്ന പത്മനാഭനാകട്ടെ എന്ന് വേണ്ട, ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാ ദേവശക്തികളും സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനിൽ കൂടിയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മുടെ കിടന്ന് എന്ത് ചെയ്യുന്ന വിശ്വാസവും ഇല്ല, ചുമ്മാ വന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടി നമ്മുടെ ലൈഫിനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആത്മീയത്തിൽ ആദ്യം വരേണ്ടത് നിങ്ങൾ ഫെയ്ത്ത്, വിശ്വാസം. വിശ്വാസം ഇല്ലെങ്കിൽ രക്ഷയില്ല.